ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഉത്രാട ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയൊക്കെയായി. എന്നിട്ടാണ് ഞാൻ ഈ ഉത്രാടത്തിൻ്റെ വീഡിയോയും കൊണ്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നാം എന്ത് ചെയ്യാം, ചിലരൊക്കെ അങ്ങനെയല്ലേ, നമുക്കിങ്ങനെ ഇടാൻ മടിച്ചൊക്കെ നിൽക്കുന്ന ഒരു ആൾക്കാരായിരിക്കും. ഞാനും അങ്ങനെ തന്നെയാണ്. നമ്മൾ വീഡിയോസൊക്കെ കഷ്ടപ്പെട്ട് കുറേയൊക്കെ എടുത്ത് വെക്കും, എന്നിട്ട് ഒന്നും ഇടാതെ ഏറ്റവും അവസാനം സങ്കടപ്പെട്ടിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ എന്തായാലും ഇട്ടേ പറ്റുമെന്ന് കരുതിയിട്ട് ഇടണതാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെ തന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കത്തിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ വീട്ടിലാണ്. ഏട്ടൻ ഇവിടെ ഇല്ല, ഏട്ടൻ ജോലിക്ക് പോയൊക്കെയായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പോൾ ഏട്ടൻ്റെ ഏട്ടന്മാരും പിന്നെ അമ്മയും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയാണ് ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. രാവിലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അമ്മ ഇപ്പോൾ ഉപ്പുമാവാണ് ഉണ്ടാക്കിയിരുന്നത്. പൊടിയരി ഉപ്പുമാവാട്ടോ ഉണ്ടാക്കിയത്. മുരിങ്ങയുടെ ഇലയൊക്കെ ഇട്ടിട്ടുള്ളൊരു ഉപ്പുമാവ്. ഞാൻ കല്യാണത്തിന് മുന്നൊന്നും ഇങ്ങനത്തെ ഉപ്പുമാവൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇങ്ങനത്തെ മുരിങ്ങയുടെ ഇലയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഉപ്പുമാവ് കഴിക്കണത്. പക്ഷേ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണല്ലോ അല്ലേ. അപ്പോൾ അമ്മ ആ പൊടിയരിയൊക്കെ വാരി എടുത്ത് അതിലിട്ട് അതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് പിന്നെ അതൊന്ന് വറ്റി വന്നതിന് ശേഷമാണ് കേട്ടോ മുരിങ്ങയുടെ ഇലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതാ അമ്മ അങ്ങനെ ഉപ്പുമാവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റായിരുന്നു. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഫുഡ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇതാ പൂക്കളൊക്കെ ഇടാനായിട്ട് പൂവൊക്കെ പൊട്ടിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഏട്ടനൊക്കെ നിന്ന് പൊട്ടിച്ചും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പുറമേ നിന്നൊക്കെ പൂവ് ഇടിക്കൽ കുറവാട്ടോ. അപ്പോൾ ഉള്ള പൂവൊക്കെ വെച്ച് നമ്മൾ ഇടുന്നതൊരു രസം തന്നെയല്ലേ അല്ലേ. അപ്പോൾ അങ്ങനെ പൂക്കളും കാര്യങ്ങളൊക്കെ ഇടുമായിരുന്നു. പിന്നെന്താ, അപ്പം ഞങ്ങൾക്ക് വേറെ ജോലി ഉണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ പോയി. അടുക്കളയിൽ കുറേ പണികളുണ്ടായിരുന്നു. വെള്ളം പിടിക്കണം, അങ്ങനെയൊക്കെ നമുക്ക് തിക്കും തിരക്കൊക്കെ ആണല്ലോ ഈ ഉത്രാട ദിവസങ്ങളിൽ. പ്രത്യേകിച്ചും നമ്മൾ ഭയങ്കര ഒരുക്കും കാര്യങ്ങളല്ലേ. അപ്പോൾ അതാ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയേട്ടന്മാരൊക്കെ ക്യാൻറ്റീനിലെ സാധനങ്ങൾ എടുക്കാൻ പോയിരിക്കുമായിരുന്നു. അതായത് ഇവർ ക്യാൻറ്റീൻ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാൻറ്റീൻ നിർത്തി. അപ്പോൾ അവിടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവരാനായിട്ട് അവർ പോയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ശമ്പുട്ടനെ ഭക്ഷണം കൊടുക്കാനുണ്ടായത്. ബാക്കി വന്ന് ഞാനും കഴിച്ചു കേട്ടോ. അപ്പോൾ അതാ അവരിട്ട പൂക്കളാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. വലിയ ചെണ്ടും വലിയ കാര്യങ്ങളൊന്നും ഇല്ലാതെ വെറും അങ്ങനത്തെ ഒരു ഇതുകൊണ്ടൊക്കെ ഇട്ടിട്ട്. അതിനിടയ്ക്ക് ശമ്പുട്ടനെ ഞാൻ പാപ്പൊക്കെ കൊടുത്ത് അവനെ ഞാൻ കിടത്തി ഉറക്കി. അപ്പോൾ ഉത്രാടത്തിനാണ് എൻ്റെ മെയിൻ പരിപാടി ഇവനെ ഉറക്കലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോഴേക്കും ഇതാ അമ്മയേട്ടന്മാരൊക്കെ ആ ക്യാൻറ്റീനിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇറക്കണം കേട്ടോ. ഇതൊരു ലോട്ട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ഇത് അകത്തേക്ക് വെച്ചപ്പോൾ ഇതെങ്ങനെ ഉത്രാടത്തിനാന്ന് ഓട്ടോമാറ്റിക്കലി അറിയാമല്ലോ, അത്യാവശ്യം ജോലികൾ ഉണ്ടാവും നമുക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഇതെന്ന് പറഞ്ഞ പോലെയാണ് ഇതൊക്കെ സാധനങ്ങളൊക്കെ വന്നു. ആകെ വീടൊക്കെ നിറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡോക്ടർ വരച്ച ചിത്രമാണ് കേട്ടോ. അത് അവിടെ ക്യാൻറ്റീനിലുണ്ടായിരുന്നാണ്. അതിങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ പച്ചക്കറി കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടല്ലോ. ഈ സാധനങ്ങളൊക്കെ എന്തുമാതിരി ഉമ്മറൊക്കെ നിറഞ്ഞു. അകവും അടുക്കള എല്ലാം നിറഞ്ഞു. ഇതൊക്കെ എങ്ങനെ വൃത്തിയാക്കണം എന്നുള്ള ടെൻഷനിലായിരുന്നു ഞങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചായിരുന്നു. എന്നിട്ട് ഇത് അമ്മയേട്ടന്മാരൊക്കെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് മാറ്റി ഒതുക്കി പെറുക്കി വെക്കണം. അതാണ് വലിയ ടാസ്ക് ഉത്രാടത്തില്ല എന്നുള്ളത്. അത് ചെയ്തുകൊണ്ടിരിക്കെ അമ്മ അതാ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തൈര്, പപ്പടം, പയറുപ്പേരി, അച്ചാർ, സാമ്പാറല്ല കേട്ടോ ഒന്ന് ഉണ്ടാക്കിയത്. അമ്മ മീനില്ലാത്ത മീൻകറിയാണ്. അമ്മയുടെ സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. മീനില്ലാത്ത മീൻകറി അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കൂട്ടി ഇതിനിടയ്ക്ക് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് നമ്മൾ ആശാൻ കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ പിന്നാലുള്ള ഓട്ടം ഒപ്പം ജോലികളായിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങളൊരു ഉത്രാട ദിവസം ഇത്രയ്ക്ക് തന്നെയുള്ളൂ ഒരു ഉച്ചവരത്തെ കാര്യങ്ങൾ. എല്ലാവർക്കും താങ്ക് യു.